പുറത്ത് ശക്തമായി മഞ്ഞ് പെയ്യുന്നുണ്ട്. ആ ഒരു വീടിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അച്ഛനും മകനും ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ വൈറ്റും അദ്ദേഹത്തിൻ്റെ മകനായ ഹെർബർട്ടും. ഇവരുടെ കളിയും ചിരിയും കണ്ട് ഹെർബർട്ടിൻ്റെ അമ്മ എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തണുപ്പിനെ തോൽപ്പിക്കാൻ വേണ്ടി ചിമ്മിനിയുടെ താഴെയുള്ള വിറകുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് മേറ്റ്, ഹെർബർട്ട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ചെസ്സിൽ സ്വന്തം അച്ഛനെ തോൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒരു തോൽവി കണ്ടിട്ടില്ല എന്ന വണ്ണം മിസ്റ്റർ വൈറ്റ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പുറത്താരോ വന്നിട്ടുണ്ട്. എന്നാൽ അത് ശരിയായിരുന്നു. മിസ്റ്റർ വൈറ്റ് വെറുതെ പറഞ്ഞതായിരുന്നില്ല. ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവർ കേട്ടു. ഗേറ്റ് തുറന്ന് ആരോ വീടിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വാതിലിൽ ആരോ മുട്ടുകയാണ്. മിസ്റ്റർ വൈറ്റ് വാതിൽ തുറന്നു. അതെ, അവർ പ്രതീക്ഷിച്ച വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത്. മിസ്റ്റർ വൈറ്റിൻ്റെ സുഹൃത്തായ, അതുകൂടാതെ മുൻ പട്ടാളക്കാരനായ സർജൻ മേജർ മോറിസ്. മിസ്റ്റർ വൈറ്റ് മോറിസിനെ അകത്തേക്ക് ക്ഷണിച്ചു. സ്വന്തം സുഹൃത്തിനെ, കുടുംബത്തിനെ പരിചയപ്പെടുത്തി. എന്നാൽ കൊടും തണുപ്പിൽ നിന്നും വന്ന മേജർ മോറിസ് തന്നെ ഗ്ലൗസ് ഊരി നെരിപ്പോടിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്നും തീ കായുകയാണ്. നല്ല ഉയരമുള്ള ധൈര്യശാലിയായ വ്യക്തി. അയാൾ ശക്തനാണ്. തണുപ്പ് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നിരുന്നു. അയാളുടെ കണ്ണിൽ എന്തിനോടുള്ള പക നിറഞ്ഞിരുന്നു. അത് നെരിപ്പോടിനുള്ള തീയിനേക്കാൾ എരിയുന്നുണ്ടായിരുന്നു. മിസ്റ്റർ വൈറ്റ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ വൈറ്റ് ഒരു ഗ്ലാസ് വിസ്കി അദ്ദേഹത്തിന് നേരെ നീട്ടുകയാണ്. എന്നാൽ ഒരു ഗ്ലാസ് ആയിരുന്നില്ല, 3 ഗ്ലാസ് വിസ്കിയാണ് മേജർ മോറിസ് കുടിച്ചത്. ഇതിനുശേഷം മാത്രമാണ് അദ്ദേഹം ഒരു വാക്കെങ്കിലും ഉരുവിട്ടത്. അതിനുശേഷം അയാൾ തൻ്റെ പട്ടാള കഥകൾ അവരുടെ കുടുംബത്തോട് പറയുകയാണ്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് ആ 2 സുഹൃത്തുക്കളും ഒന്ന് നേരിട്ട് കാണുന്നത്. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ 2 പേരും. താൻ കുറേ കാലം ഇന്ത്യയിലായിരുന്നു എന്ന് മേജർ മോറിസ് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് മിസ്റ്റർ വൈറ്റിന് എന്തോ ഒന്ന് ഓർമ്മ വന്നത്. താൻ അന്നൊരിക്കൽ മങ്കീസ് പോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണത്? അതൊരു മാന്ത്രിക വസ്തുവായിരുന്നു. ഒന്നും ആലോചിക്കാതെ മേജർ മോറിസ് ഉത്തരം നൽകി. ഇത് കേട്ടപ്പോൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന മറ്റു 3 പേർക്കും ആകാംക്ഷയായി. അതൊരു കുരങ്ങൻ്റെ കൈപ്പത്തിയാണ്. മരവിച്ചുണങ്ങിപ്പോയ ഒരു കുരങ്ങൻ്റെ കൈപ്പത്തി. എന്താ, നിങ്ങൾക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? മേജർ മോറിസ് ചോദിച്ചു. ഈ ഒരു ചോദ്യത്തിന് ഹെർബർട്ടിൻ്റെ കണ്ണിലുണ്ടായിരുന്ന ആകാംക്ഷ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ പോക്കറ്റിൽ നിന്നും മേജർ മോറിസ് അത് പുറത്തെടുത്തു. ഉണങ്ങി തുടങ്ങിയ ഒരു കുരങ്ങൻ്റെ കൈപ്പത്തി. അതിന് ജീർണിച്ച ഒരു ഗന്ധവും ഉണ്ടായിരുന്നു. മിസ്റ്റർ വൈറ്റിന് അത് കണ്ടപ്പോൾ തന്നെ ഒരു അറപ്പാണ് തോന്നിയത്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആകാംക്ഷയായിരുന്നു ഹെർബർട്ടിനുണ്ടായിരുന്നത്. അവൻ മങ്കീസ് പോ കയ്യിൽ വാങ്ങിയതിന് ശേഷം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഹെർബർട്ടിൻ്റെ കയ്യിൽ നിന്നും അവർ മങ്കീസ് പോ വാങ്ങി മേജർ മോറിസ് പറയാൻ തുടങ്ങി. ഇത് ഇന്ത്യയിലെ ഒരു ഫക്കീറിൻ്റെയാണ്. അയാൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മന്ത്രശക്തി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ പിടിച്ച് എന്താഗ്രഹം പറഞ്ഞാലും ഇത് നമുക്ക് നടത്തി തരും. നമ്മുടെ 3 ആഗ്രഹങ്ങൾ. മേജർ മോറിസ് പറഞ്ഞു നിർത്തി. ഇതിനുശേഷം മിസ്റ്റർ വൈറ്റ് ചോദിച്ചു, ഇത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതെ എന്നായിരുന്നു മേജർ മോറിസിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് മുന്നേ ഈ ഒരു മങ്കീസ് പോ ഉണ്ടായിരുന്ന ആളുടെ ആഗ്രഹങ്ങളൊക്കെ സംഭവിച്ചിരുന്നു? മിസ്സിസ് വൈറ്റ് ആകാംക്ഷയോട് ചോദിച്ചു. എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന മങ്കീസ് പോയിൻ്റെ ഓണർ 3 ആഗ്രഹങ്ങളും മങ്കീസ് പോനോട് ചോദിച്ചിരുന്നു. അത് സംഭവിച്ചു എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ അറിവ്. അദ്ദേഹത്തിൻ്റെ ആദ്യ 2 ആഗ്രഹങ്ങൾ എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ അവസാനമായി അയാൾ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ മരണമായിരുന്നു. അയാൾ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് മരിച്ചത്. മേജർ മോറിസ് പറഞ്ഞു നിർത്തി. ഇത് കേട്ടതിന് ശേഷം മിസ്റ്റർ വൈറ്റും പിന്നെ മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും മങ്കീസ് പോനെ അത്ഭുതത്തോടെ നോക്കി. നിങ്ങളുടെ 3 ആഗ്രഹവും ഈ ഒരു കാര്യം പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്തിനാണ് താങ്കൾ ഈ ഒരു കാര്യം കയ്യിൽ കരുതുന്നത്? ഇതാർക്കെങ്കിലും വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു കാര്യം എൻ്റെ കയ്യിൽ കരുതുന്നത്. പക്ഷേ ചിലർ ഇത് ഭയപ്പെട്ട് വാങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു ചില ആൾക്കാർ ഇതിൻ്റെ കഥകൾ കേട്ട് ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും ഈ ഒരു വസ്തു ഞാൻ കൊണ്ടു നടക്കുന്നതിൽ അർത്ഥമില്ല. ഇതും പറഞ്ഞ് മേജർ മോറിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മങ്കീസ് പോ അവർ തീയിലേക്ക് എറിയുകയാണ്. എന്നാൽ മേജർ മോറിസ് അപ്പോൾ തന്നെ നെരിപ്പോടിൽ നിന്നും അവർ മങ്കീസ് പോ എടുക്കുകയാണ്. എന്നിട്ട് മിസ്റ്റർ വൈറ്റ് മേജർ മോറിസിനോട് ചോദിച്ചു, എനിക്കിത് ആവശ്യമില്ല എങ്കിൽ ഇത് ഞാൻ എടുത്തോട്ടെ. ഞാനിത് തീയിലേക്ക് എറിഞ്ഞതാണ്. നിങ്ങളാണ് അത് പോയി എടുത്തത്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തന്നതല്ല.
ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഭയത്തോടെ മേജർ മോറിസ് പറഞ്ഞു നിർത്തി. വിരുന്നിന് ശേഷം മേജർ മോറിസ് ആ വീട് വിട്ടിറങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ വലത് കൈയിൽ മങ്കീസ് പോ പിടിക്കുക. എന്നിട്ട് ഉറക്കെ ആഗ്രഹം പറയുവാൻ മേജർ മോറിസ് മിസ്റ്റർ വൈറ്റിനെ ഓർമ്മപ്പെടുത്തി. അവൻ പോയതിനു ശേഷം മങ്കീസ് പോനെ കുറിച്ചായിരുന്നു അവർ 3 പേരും സംസാരിച്ചത്. ഇതൊക്കെ സത്യമാണോ എന്നായിരുന്നു അവരുടെ സംശയം. ഇതിനുശേഷം അവർ സംസാരിച്ചത് മങ്കീസ് പോയോട് എന്താഗ്രഹം പറയണമെന്നായിരുന്നു. അങ്ങനെ അവർ മങ്കീസ് പോയോട് എന്ത് ചോദിക്കണമെന്ന് തീരുമാനിച്ചു. 200 പൗണ്ട് ചോദിക്കാനാണ് അവർ തീരുമാനിച്ചത്. അതായത് ഇനി അവരുടെ കയ്യിൽ 200 പൗണ്ടും കൂടി ഉണ്ടെങ്കിൽ അവരിപ്പോൾ താമസിക്കുന്ന വീട് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ 3 പേരും തീരുമാനിച്ചു മങ്കീസ് പോയോട് 200 പൗണ്ട് ചോദിക്കാൻ. അങ്ങനെ മിസ്റ്റർ വൈറ്റ് മങ്കീസ് പോ തൻ്റെ വലത് കൈയിൽ പിടിച്ച് തൻ്റെ ആഗ്രഹം പറയുകയാണ്. അല്പനേരം നിശബ്ദമായി അവർ ശ്രദ്ധിച്ചു. അപ്പോൾ പെട്ടെന്ന് കൈയിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മങ്കീസ് പോ പാമ്പിനെ പോലെ പിടിയുന്നതായിട്ട് മിസ്റ്റർ വൈറ്റ് ശ്രദ്ധിക്കുകയാണ്. അയാൾ അലറി വിളിച്ചുകൊണ്ട് മങ്കീസ് പോ താഴെയിട്ടു. പക്ഷേ ഉണങ്ങി ജീർണിച്ച ആ ഒരു മങ്കീസ് പോ അനങ്ങിയതായി ആ ഒരു അമ്മക്കും മകനും വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് തോന്നിയതാണെന്നും പിന്നെ അച്ഛൻ്റെ പട്ടാളക്കാരൻ സുഹൃത്ത് അച്ഛനെ പറ്റിച്ചതാണെന്നുമായിരുന്നു ഹെർബർട്ടിൻ്റെ വാദം. എന്നാൽ മിസ്റ്റർ വൈറ്റിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു വീടിന് പുറത്ത് അതിശക്തമായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മുകളിൽ ജനാലകൾ വീശി അടിക്കുന്നുണ്ടായിരുന്നു. എന്തോ അപ്രതീക്ഷിതമായി നടക്കാൻ പോകുന്നത് പോലെ. മഞ്ഞ് പെയ്യുന്ന അടുത്ത പ്രഭാതം. മിസ്സിസ് വൈറ്റും ഹെർബർട്ടിൻ്റെയും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. എല്ലാ പട്ടാളക്കാരും ഒരേപോലെ തന്നെയാണ്. അവരെല്ലാവരെയും പറഞ്ഞു പറ്റിക്കും. മിസ്റ്റർ വൈറ്റ് തനിച്ചിരുന്ന് ഒറ്റക്ക് പറഞ്ഞു. ഇത് കേട്ട ഹെർബർട്ടും പിന്നെ മിസ്സിസ് വൈറ്റും ഉറക്കെ ചിരിച്ചു. അവരെല്ലാം മറന്ന് അവരുടെ ജോലികളിൽ മുഴുകി. അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ഹെർബർട്ട് അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിന് ശേഷം അവർ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് മിസ്റ്റർ വൈറ്റ് ഗേറ്റിലേക്ക് നോക്കിയത്. അവിടെ ഒരു അപരിചിതൻ നിന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. അയാൾ വൃത്തിയായി വേഷം ധരിച്ചിരുന്നു. അയാൾ ആരാണെന്ന് അവർ അന്വേഷിച്ചു. ഞാൻ മോയൻ മെഗീൻസ് എന്ന കമ്പനിയിൽ നിന്നുമാണ് വരുന്നത്. ഹെർബർട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മകന് ഒരു അപകടം സംഭവിച്ചു, അപരിചിതൻ പറഞ്ഞു. ഇത് കേട്ടതോടെ മിസ്റ്റർ വൈറ്റ് ഒന്ന് തളർന്നിരുന്നു പോയി. എൻ്റെ മകന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തെളിച്ചു പറയൂ, മിസ്സിസ് വൈറ്റ് അപരിചിതനോട് അപേക്ഷിച്ചു. ജോലിക്കിടയിൽ മെഷീൻ്റെ ഉള്ളിൽ മറിഞ്ഞു വീണ് ഹെർബർട്ട് മരിക്കുകയായിരുന്നു. അയാൾ കണ്ണീരോടെ മറുപടി പറഞ്ഞു. തളർന്നിരിക്കുന്ന മിസ്സിസ് വൈറ്റിൻ്റെയും മിസ്റ്റർ വൈറ്റിൻ്റെയും നേരെ അദ്ദേഹം ഒരു കവർ നീട്ടി. അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും ഹെർബർട്ടിൻ്റെ പകരമാകില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് തരുവാൻ കമ്പനി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മിസ്റ്റർ വൈറ്റ് ആ ഒരു കവർ വാങ്ങി തുറന്ന് നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടപ്പോൾ മിസ്റ്റർ വൈറ്റിൻ്റെ ഉള്ളിൽ ഭയവും സങ്കടവും ഒരുമിച്ച് വരികയാണ്. അതിൽ നിറയെ പണമായിരുന്നു. അയാളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആയിരുന്നു വന്നത്. അദ്ദേഹം ആ ഒരു അപരിചിതനോട് ചോദിച്ചു, ഇതിൽ എത്ര പണമുണ്ട്? ഇതിന് അപരിചിതൻ മറുപടി കൊടുത്തത് 200 പൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഹെർബർട്ടിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം നാട്ടുകാർ ഒഴിഞ്ഞു തുടങ്ങി. തൻ്റെ മകൻ്റെ കഷ്ണങ്ങളായ മൃതദേഹം കണ്ട് മരവിപ്പിൽ നിന്നും മിസ്റ്റർ വൈറ്റിന് മാറാൻ ദിവസങ്ങളെടുത്തു. മകൻ്റെ മരണത്തിന് ശേഷം അവർ പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു. ഒരിക്കൽ രാത്രി ആരോ കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് മിസ്റ്റർ വൈറ്റ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. നോക്കിയപ്പോൾ വിൻഡോയിലൂടെ തൻ്റെ മകൻ്റെ അടക്കിയ സ്ഥലം നോക്കി കരയുകയായിരുന്നു മിസ്സിസ് വൈറ്റ്. ഈ തണുപ്പത്ത് മരവിച്ചു പോയിട്ടുണ്ടാകും അവൻ. അവനോട് ഒന്ന് തിരികെ വരാൻ പറയുമോ? ഇതും പറഞ്ഞ് കരയുകയായിരുന്നു മിസ്സിസ് വൈറ്റ്. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ മിസ്റ്റർ വൈറ്റ് കുറേ കഷ്ടപ്പെട്ടു. ഉറക്കെ കരയുന്നതിൻ്റെ ഇടയിൽ എന്തോ ആലോചിച്ച് ഭയപ്പെട്ടിട്ടാണ് അവൾ എഴുന്നേറ്റത്. അവിടമാകെ അവൾ തെരയുവാൻ തുടങ്ങി. നീ എന്താണ് തെരയുന്നത്? മിസ്റ്റർ വൈറ്റ് മിസ്സിസിനോട് ചോദിച്ചു. അത് ആ ഒരു വസ്തു, അത് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞോ? അത് എവിടെയാണ്? അതെനിക്ക് വേണം. ആ മങ്കീസ് പോ, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. മിസ്റ്റർ വൈറ്റ് ചോദിച്ചു, എന്തിനാ നിനക്കത്? ഇത്രയും നാശം നമുക്ക് വിധിച്ചതുപോലെ ഇനിയും നിനക്ക് വേണോ? എനിക്കത് വേണം. നിങ്ങളതിനി എവിടെയാണെന്ന് പറയൂ. അത് ആ ഒരു നെരിപ്പൊടിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. നിനക്കത് എന്തിനാണെന്ന് പറയൂ. നമുക്കിനി 2 ആഗ്രഹങ്ങൾ കൂടിയില്ലേ? മിസ്സിസ് വൈറ്റ് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മിസ്റ്റർ വൈറ്റിന് ദേഷ്യമാണ് വന്നത്. ഇത്രയും അനുഭവിച്ചതുപോലെ നിനക്ക് ഇനിയും വേണോ? ഇല്ല, എനിക്കത് വേണം. ഇനി നമുക്ക് 2 ആഗ്രഹങ്ങൾ കൂടിയുണ്ട്. എനിക്ക് എൻ്റെ മകനെ ജീവനോടെ വേണം, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. ഒരു ഭയത്തോടെ കൂടിയാണ് മിസ്റ്റർ വൈറ്റ് ആ ഒരു കാര്യം കേട്ടത്. മിസ്റ്റർ വൈറ്റ് തളർന്നിരുന്നു പോയി.
നിനക്ക് ഭ്രാന്ത. മരിച്ചുപോയ സ്വന്തം മകൻ തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്താ, നമ്മുടെ ആദ്യത്തെ ആഗ്രഹം ഇത് നടത്തി തന്നില്ലേ? അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ മകൻ്റെ ജീവനല്ലേ? ഇതുപോലെയൊന്ന് ആഗ്രഹിച്ചാൽ അവൻ തിരിച്ചു വന്നാലോ? നമ്മൾ മരിച്ചു പോയാലും അവൻ ജീവനോടെ ഇരിക്കില്ലേ? എനിക്കത് മതി, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. നീ എന്താ അറിഞ്ഞിട്ടാണ് പറയുന്നത്? നമ്മുടെ മകൻ മരിച്ചിട്ട് ഇപ്പോൾ 10 ദിവസമായി. കഷ്ണങ്ങളായ അവൻ്റെ ദേഹത്തെ ഡ്രസ്സ് നോക്കിയിട്ടാണ് അവനെ ഞാൻ തിരിച്ചറിഞ്ഞതുപോലും. അവനിനി തിരിച്ചു വന്നാൽ അവൻ്റെ രൂപം എങ്ങനെയായിരിക്കും? എനിക്ക് ആ രൂപം കാണാൻ വയ്യ, മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. എങ്ങനെയായാലും പ്രശ്നമില്ല, എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടണം, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. പലവട്ടം സ്വന്തം ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അയാൾ കഷ്ടപ്പെട്ടു. പക്ഷേ പരാജയമായിരുന്നു ബലം. ഒടുവിൽ അവളുടെ നിർബന്ധത്തിൽ അയാൾക്ക് വഴങ്ങേണ്ടി വന്നു. അയാൾ മങ്കീസ് പോ അയാളുടെ വലത് കയ്യിൽ പിടിച്ച് ആഗ്രഹം പറയുവാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മകനെ ജീവനോടെ തിരികെ വേണം. അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു പുറത്ത്. ഇടിയുടെ ആഘാതത്തിൽ അയാളുടെ കയ്യിൽ നിന്നും മങ്കീസ് പോ താഴെ വീഴുകയാണ്. സ്വന്തം മകൻ തിരിച്ചു വരുന്നതും കാത്ത് ആ ഒരു അമ്മ അവിടെ തന്നെ ഇരുന്നു. അവൾക്കൊപ്പം ആ ഒരു പിതാവും. ചുറ്റും ഇരുട്ടുള്ള ആ ഒരു രാത്രി. തൻ്റെ മകനെയും കാത്തിരിക്കുന്ന ആ ഒരു അമ്മയുടെ മുന്നിൽ ഒരു കാൻഡിൽ കത്തിച്ച് മിസ്റ്റർ വൈറ്റ് അവിടെ ഇരുന്നു. മറ്റൊരു മെഴുകുതിരി എടുക്കുവാനായി അയാൾ താഴേക്ക് ചെന്നു. താഴെ മെഴുകുതിരി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു പുറത്തെ വാതിലിൻ്റെ അപ്പുറത്തു നിന്നും ഒരു കാൽ പെരുമാറ്റത്തിൻ്റെ ശബ്ദം അയാൾ കേട്ടത്. അങ്ങനെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അയാൾ കേൾക്കുകയാണ്. അത് കേട്ടതോടെ അയാൾ മുകളിലേക്കാണ് പോയത്. അങ്ങനെ രണ്ടാമതായി മുട്ടുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും മെഴുകുതിരിയും തീപ്പെട്ടിയും താഴേക്ക് വീണു. അയാൾ റൂമിലേക്ക് ഓടി വാതിൽ പൂട്ടി. അപ്പോളായിരുന്നു മൂന്നാമത്തെ വട്ടവും ആ ഒരു വാതിലിൽ മുട്ടിയത്. മിസ്സിസ് വൈറ്റ് ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മിസ്സിസ് വൈറ്റ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്താണ് ആ ഒരു ശബ്ദം? മിസ്സിസ് വൈറ്റ് ചോദിച്ചു. ചിലപ്പോൾ വല്ല എലിയുമായിരിക്കും, മിസ്റ്റർ വൈറ്റ് ഉത്തരം നൽകി. അല്ല, അത് ഹെർബർട്ടാണ്. അവൻ വാതിലിൽ മുട്ടുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുവാൻ ശ്രമിക്കുകയാണ്. മിസ്റ്റർ വൈറ്റ് തടഞ്ഞു. നീ എവിടേക്കാണ് പോകുന്നത്? അത് അവനൊന്നുമല്ല, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. എനിക്കും അറിയാം, നിനക്കും അറിയാം, അത് ഹെർബർട്ടാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമ്മുടെ വീടും അവൻ അടക്കം ചെയ്ത സ്ഥലവും തമ്മിൽ 2 മൈൽ ദൂരമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. വേണ്ട വേണ്ട, നീ അതിനെ അകത്ത് കയറ്റേണ്ട, മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. നീ എന്താണ് പറയുന്ന പുരുഷ? നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തന്നെയാണ് പേടി. ഇതും പറഞ്ഞ് കൈമാറ്റി അവൾ സ്റ്റെയർ ഇറങ്ങുകയാണ്. മോനെ, ഞാൻ വരുന്നു, അവൾ പറഞ്ഞു. അവൾ താഴേക്ക് ഓടുമ്പോൾ അവർ ഡോറിൽ മുട്ടുന്ന ശബ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈറ്റ് വൈറ്റ്, നീ ഒന്ന് താഴേക്ക് വരുമോ? എനിക്ക് ഇരുപൂട്ട് തുറക്കുവാൻ സാധിക്കുന്നില്ല. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്, മിസ്സിസ് വൈറ്റ് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് അയാൾ മറ്റെന്തോ തിരിയുകയായിരുന്നു. അവൾ ഡോറ് തുറക്കാൻ നോക്കുന്ന ശബ്ദം അവന് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുകളിലെ ലാച്ചിലെ ബോൾട്ട് അവൾക്ക് താക്കുവാൻ സാധിച്ചില്ല. പ്ലീസ്, നിങ്ങളൊന്ന് താഴേക്ക് വരൂ, എനിക്കിത് തുറക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ മിസ്റ്റർ വൈറ്റ് താഴെ കിടന്ന് ആ ഒരു കൈപ്പത്തി തപ്പുകയായിരുന്നു. കസാര ഫ്രണ്ട് ഡോറിൻ്റെ അരികിലേക്ക് വലിക്കുന്ന ശബ്ദം അയാൾ കേൾക്കുകയാണ്. പൂട്ട് താഴേക്ക് വലിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആ ഒരു മങ്കീസ് പോ ലഭിക്കുകയാണ്. അയാൾ മൂന്നാമത്തെയും അവസാനത്തെ വിഷും പറയുകയാണ്. കസാര വലിച്ച് നീക്കുന്നതും ഡോറ് തുറക്കുന്ന ശബ്ദം അയാൾ കേട്ടു. തണുത്ത കാറ്റിനോടൊപ്പം അയാളുടെ ഭാര്യയുടെ നിരാശയായ കരച്ചിൽ കേട്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് ഓടുകയാണ്. പിന്നെ പുറത്തെ ഗേറ്റിൻ്റെ അരികിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡ് ഒടിഞ്ഞു കിടക്കുന്നു. ഇതാണ് ദ മങ്കീസ് ബോയുടെ കഥ. W ജേക്കബ്സ് എന്ന എഴുത്തുകാരൻ ഇതുപോലെയുള്ള ഒരുപാട് ഹൊറർ സ്റ്റോറീസ് എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസ് സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിൽ പ്രശസ്തമായ ഒരു കഥയാണ് ദ മങ്കീസ് ബോ. എന്നാലും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. മിസ്സിസ് വൈറ്റ് താഴേക്ക് പോകുമ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെ മുകളിലെ കുറ്റി ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു?